മരണമാസന്നമായി കിടക്കുന്ന രോഗാവസ്ഥയിൽ ഇപ്പോൾ മരണപ്പെടും എന്ന ഭീതിയിൽ കിടക്കുന്ന ഒരു രോഗി, ആ രോഗിക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങളുടെ കലവറയായ 6 ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ ഓതിയിട്ട് കൊടുക്കുകയും ആ ആയത്തുകൾ ഓതിയതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും സുഖപ്പെടില്ലെന്ന് കരുതിയ ആ രോഗം സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവം കിതാബുകളിൽ കാണാവുന്നതാണ്. അതിന് ഉപയോഗിച്ച 6 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൻ്റെ 6 ആയത്തുകളാണ്. അത് ഷിഫായിൻ്റെ ആയത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ് ആയത്തുകൾ എന്നുള്ളത് ഇവിടെ വായിക്കുന്നുണ്ട്. രോഗം ഒരിക്കലും മാറില്ലെന്ന് കരുതിയതാണ്. അങ്ങനെ വലിയ പ്രയാസത്തോടുകൂടെ ആ വലിയ മഹാനിങ്ങനെ കിടക്കുന്ന സമയത്താണ് സ്വപ്നത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയുന്നത്. സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഓതിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുടിക്കാൻ കൊടുക്കാൻ. അങ്ങനെ അള്ളാഹ് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തതാണ് എന്നാണ്. ഫറഅൽ ഹഖ സുബ്ഹാനഹു വ തആല ഫിൽ മനാം, സ്വപ്നത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത ആ 6 ആയത്തുകൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഈ വിഷയം കേട്ടാൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടാകും, വിശ്വാസം കൂടും. അതിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ അത്ഭുതങ്ങൾ, ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കാൻ കാരണമാകും. ഇത്തരം അമലുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. നമ്മളങ്ങനെ നോക്കാറുമില്ല. കാരണം നമ്മൾ കറക്റ്റ് എണ്ണം എടുക്കുന്നത് നമുക്ക് വേറെയും ചില തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട്, ലൈവിലൊക്കെ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് കറക്റ്റ് നമ്മൾ എണ്ണം എടുത്താലേ നമുക്കതൊക്കെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വരണം. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയുടെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ട്, ഖുർആൻ കൊണ്ടുള്ള അമല് അത് നല്ല ഫലം ചെയ്യുമെന്നുള്ളതാണ്. നല്ല ഫലം ചെയ്യുന്ന ഈ അമലുകളെക്കാളും മികച്ചു നിൽക്കുന്ന മറ്റൊരു അമലുമില്ല. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തകിടെഴുതുന്നു, ഇതിനൊന്നും നിഷേധിക്കുകയല്ല. അതേപോലെ തന്നെ മുട്ടയിൽ എഴുതിയിട്ട് അതിന് കൊണ്ടുള്ള അമല് ചെയ്യുന്നു, വെള്ളരിയിൽ എഴുതിയിട്ടുള്ള അമല് ചെയ്യുന്നു. ഇതൊക്കെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുകയാണ് ആത്മാർത്ഥമായിട്ട്. അതും എന്താണ് നമ്മൾ ഓതുന്നത്? വിശുദ്ധ ഖുർആനാണ് ഓതുന്നത്. നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതും നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറേ സ്വന്തമായിട്ടങ്ങ് ദുആ ചെയ്തു അല്ലേ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു. ഓരോരുത്തരും അവരവർ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും. അതോടുകൂടി തന്നെ മറ്റുള്ളവരോട് ദുആ വസിയത്തുകൾ ചെയ്യണം. അത് പ്രത്യേകം സുന്നത്താണ്. എൻ്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് വസിയത്തുകൾ ചെയ്യും വേണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഒരായത്ത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾക്ക് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് കാരുണ്യമാണ്, ഷിഫയാണ്, രോഗഷിഫയാണ് ഈ ഖുർആൻ. അതങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഷിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് രോഗഷിഫയാണ്, അത് കാരുണ്യമാണ്, റഹ്മത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇസ്രായിൻ്റെ 82-ാമത്തെ ആയത്താണ്. ഈ ആയത്തിനെ വിശദീകരിച്ച് ലോക പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിട്ടൊരു കാര്യം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ച് എന്താ പറയുന്നതെന്നറിയോ? ഖുർആൻ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങൾക്ക് ഷിഫയാണ്. ശാരീരിക രോഗങ്ങൾക്ക് ഇത് ഷിഫയാകാൻ കാരണം ഖുർആനിൻ്റെ ബറക്കത്താണ്. ഖുർആൻ കൊണ്ട് ബറക്കത്തെടുക്കുമ്പോൾ ശാരീരിക രോഗങ്ങൾ അത് വളരെ പെട്ടെന്ന് സുഖപ്പെടുന്നു. തഫ്സീറുർ റാസിയിൽ കാണാം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം പറയുന്നുണ്ട്. ഈ ആയത്തിന് വിശദീകരിച്ച് ഖുർആൻ ശാരീരിക രോഗങ്ങൾക്ക് ശമനമാണ്,
അതുകൊണ്ട് പ്രത്യേകം മന്ത്രിക്കുകയും എഴുതിക്കെട്ടുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ശിഫ ലഭിക്കുന്നു എന്നുള്ളത് കാണാം. നമ്മൾ ആത്മീയമായിട്ട് ചില സംഗതികൾക്കും ചില രോഗങ്ങളൊക്കെ നമ്മൾ എത്ര ചെക്ക് ചെയ്താലും അതിന് ഒരു കാരണം കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ അടുക്കൽ ഇവിടെ പലരും വരുമ്പോൾ ഉസ്താദ് ബയോപ്സി ചെയ്തു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഇനി ഒരു ടെസ്റ്റും ചെയ്യാൻ ബാക്കിയില്ല, ഡോക്ടേഴ്സൊക്കെ പറയുന്നു രോഗങ്ങളൊന്നുമില്ല, എനിക്ക് രോഗങ്ങളുണ്ട്. ഇങ്ങനെ വൈദ്യശാസ്ത്രമൊക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾ. നമ്മൾ മെഡിസിൻസ് കഴിക്കണമെന്ന് നോക്കുക, ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള ഇത്തരം പരിഹാരങ്ങളും കൂടെ നമ്മൾ അതിനോടുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയോന്നല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പരിഹാരം ചെയ്തു കൊടുത്ത ഒരുപാട് അമലുകളുണ്ട്. ഇപ്പം നോക്കൂ, ഹബീബായ തങ്ങൾ അവിടുത്തെ ഉമിനീര് കലർത്തി മന്ത്രിച്ച സംഭവമൊക്കെ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ കാണാം, ഹദീസിലൊക്കെ കാണാം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിനൊക്കെ വിശദീകരിച്ച് പറയുന്നതായിട്ട് കാണാം. ഉമിനീര് അവിടുത്തെ ചൂണ്ടുവിരലിലെടുത്ത് അത് മണ്ണിൽ പുരട്ടിയിട്ട് ശേഷം അവിടുന്ന് ഉമിനീര് കലർന്ന ആ മണ്ണ് മുറിവിൽ പുരട്ടിയ സംഭവം കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൻ്റെ അർത്ഥം വിശദീകരിച്ച് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീര് കലർന്ന മണ്ണിൽ മന്ത്രിച്ചുകൊണ്ട് മുറിവിൽ പുരട്ടിയിരുന്നു. അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് മുറിവിൽ പുരട്ടിയിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മന്ത്രിച്ച് ചെയ്യാവുന്നതും അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടാവുന്നതുമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഡയറക്റ്റ് നമുക്ക് ഓതാവുന്നതാണ് രോഗശിഫായിന് വേണ്ടിയിട്ട്. ഷിഫായിൻ്റെ കുറച്ച് ആയത്തുകളുണ്ട്. നമ്മൾ ആ ആയത്തുകളൊക്കെ ഒരു ഷോർട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് അത് നമ്മൾ കാണിച്ച് തന്നെ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ട് തന്നെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലിയറുള്ള നല്ലൊരു ഫോട്ടോ, ആയത്ത് നമ്പർ അടക്കമുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ ഫോണിൽ വളരെ ക്ലിയറിൽ വിശുദ്ധ ഖുർആനിൽ പരന്നു കിടക്കുന്ന ആയത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വളരെ 2-3 മിനിറ്റ് കൊണ്ട് മാത്രം നമുക്ക് ഓതിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന വിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങളുടെ കലവറയായ ആ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മൾ ഓതുന്നത് ഷിഫായിന് വേണ്ടിയിട്ട് ഓതിയിട്ട് നെഞ്ചത്ത് ഊതാൻ പറ്റും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതിയത് അത് എഴുതിയിട്ട് മായ്ച്ച് കുടിക്കാൻ പറ്റുന്ന രൂപമുണ്ട്. അത് വളരെ മഹത്വമുള്ളൊരു രൂപമാണത്. ഖുർആനോളം മഹത്വമുള്ള മറ്റൊരു ഗ്രന്ഥം ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. വിശുദ്ധ ഖുർആനാണ് ഏറ്റവും മഹത്തമായത്. എല്ലാം അതിലുണ്ട്. ശാരീരികമായ മാനസികമായ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരമായ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. അത് എഴുതിയിട്ട് കുടിക്കാം, അത് കുടിച്ച് രോഗത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മന്ത്രിച്ചൂതിയിട്ട് കുടിക്കാം, ഖുർആൻ എഴുതിയത് മായ്ച്ചു കുടിക്കാം. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ മഹാന്മാരൊക്കെ പറഞ്ഞതുണ്ട്. ഈ ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ പ്രസവത്തിന് വേണ്ടി, സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന അമലുകളൊക്കെ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരുപാട് അമലുകളുണ്ട്. ഇങ്ങനെ ചെയ്താൽ രോഗം ശിഫയാകുമോ? അതേ, ശിഫയാകും. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഇമാമുമാരുടെ പേരുകളൊന്നും പരിചയം ഉണ്ടാവില്ല ചില ആളുകൾക്കൊന്നും. പക്ഷേ ഇവരൊക്കെ നമുക്ക് മുമ്പേ കടന്നുപോയ വലിയ വലിയ മഹത്തുക്കളായ ഇമാമുമാരാണ്. വിശുദ്ധ ഖുർആൻ കാരണത്താൽ മാരകമായ രോഗങ്ങൾ വരെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ചരിത്രം സാക്ഷിയാണ്. മഹാനരായ ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഇമാമാണ്. ഇതറിയാത്ത ആരും ഉണ്ടാകൂല. പ്രത്യേകിച്ച് ആലിമീങ്ങൾക്കൊക്കെ ഇടയിൽ വളരെ പ്രസിദ്ധരായ ഇമാമാണ് മഹാനരായ ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറയുന്ന ഒരു സംഭവം കാണാം. ഉസ്താദ് അബുൽ ഖാസിമുൽ ഖുറൈഷി എന്ന് പറയുന്ന വലിയ മഹാൻ, അവരുടെ പ്രിയപ്പെട്ട മകനെ ഒരിക്കൽ ശക്തിയായ രോഗം ബാധിച്ചു. ശക്തിയായ രോഗം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവശനായിട്ടുണ്ടായിരുന്നു. മർലൻ ഷദീദൻ ബിഹൈസു ഐസ മിൻഹു, നിരാശരായി ജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല, മരണമാസന്നമായ രോഗിയാണ്. ആ രൂപത്തിൽ ഇപ്പോൾ മരണപ്പെടുമെന്ന രൂപത്തിലാണ് കിടക്കുന്നത്. ആ രൂപത്തിൽ അവശരായി കിടക്കുന്ന രോഗം മരണത്തിന് കീഴടങ്ങുമെന്ന പ്രതീതി ഉളവാക്കുകയും ചെയ്തു. ആ സമയത്ത് നിരാശനായി അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, അതിൻ്റെ മേൽ വലിയ പ്രയാസത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത്
ഫറഅൽ ഹഖ സുബ്ഹാനഹു വതആല ഫിൽ മനാം ഫശക്കാ ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്വപ്നത്തിൽ കാണുകയും അള്ളാഹുവിനോട് ആ വിഷയം ബോധ്യപ്പെടുത്തുകയും ചെയ്തു, ആവലാതി ബോധിപ്പിക്കുകയും ചെയ്തു. ഫഖാല ലഹുൽ ഹഖ് സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു, ആയത്തു ഷിഫാ, അത് ഷിഫായിൻ്റെ ആയത്തുകൾ അതിനെ ഓതുക, അതിനൊരു പാത്രത്തിൽ എഴുതുക. അങ്ങനെ ഷിഫായിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് പറയുകയും അതിനെ ഒരു പാത്രത്തിൽ എഴുതാൻ, ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അതുകൊണ്ട് മായ്ച്ചു കുടിപ്പിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ വസ്തിഹി ഇയാഹു ഫഅല ദാലിക, അങ്ങനെ അതിനെ പ്രവർത്തിക്കുകയും ചെയ്തു, ആ പ്രവൃത്തി അങ്ങനെ ചെയ്യുകയും ചെയ്തു. അത് ഓതിയ കാരണം കൊണ്ട് ആ രോഗം സുഖപ്പെട്ടു എന്നുള്ളതാണ്. ഷിഫായിൻ്റെ ആയത്ത് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ പല എണ്ണങ്ങളും പറയാറുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ആയാത്തു ഷിഫാഇ ഫിൽ ഖുർആനി സിത്തുൻ, 6 ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലെ ഷിഫായിൻ്റെ ആയത്തുകൾ. അതിൽ തൗബ സൂറത്തിലെ 14-ാമത്തെ ആയത്ത് വയഷ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, അതിന് തുടക്കം ഖാത്തിലൂഹും യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും വയുഖ്സീഹിം വയൻസുർകും അലൈഹിം വയഷ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, ആ 14-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം. മറ്റൊന്ന് സൂറത്ത് യൂനുസിലെ ആയത്താണ്, യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ആയത്ത്, 2-ാമത്തെ ആയത്ത്. യൂനുസ് സൂറത്തിൻ്റെ 57-ാമത്തെ ആയത്ത്, തൗബ സൂറത്തിൻ്റെ 14-ാമത്തെ ആയത്ത് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോട്ടോ സഹിതം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മറ്റൊന്ന് സൂറത്തു നഹ്ലിൻ്റെ 69-ാമത്തെ ആയത്താണ്. ആ ആയത്ത് യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു ഫീഹി ശിഫാഉൻ ലിന്നാസി ഇന്ന ഫീ ദാലിക ലആയാതൻ ലിഖൗമി യതഫക്കറൂൻ ലആയതൻ ലിഖൗമി യതഫക്കറൂൻ എന്ന് പറയുന്ന ആയത്ത്, വളരെ സവിശേഷമേറിയ ആയത്ത്. ഇസ്രായിൻ്റെ 82-ാമത്തെ ആയത്ത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ എന്ന് പറയുന്ന ആയത്ത്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ 6 ആയത്തുകൾ ഷിഫായിൻ്റെ ആയത്താണ്. ഈ ആയത്ത് രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എഴുതി കൊടുക്കുന്നത് വലിയ വലിയ മഹാന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. വറഅയ്തു കസീറൻ മിനൽ മശായിഖി യക്തുബൂന ഹാദിഹിൽ ആയാതി ലിൽ മരീൽ, രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എഴുതി കൊടുക്കുകയും അത് ആഫിയത്തിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ട് ആഫിയത്തുണ്ടായ അനുഭവങ്ങളൊക്കെ എത്രയോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുമില്ലേ കിടപ്പ് രോഗികൾ, മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഈ ആയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് എഴുതി കൊടുക്കുക, അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക, കാണാതെ പഠിച്ചു വെക്കുക, നമ്മുടെ സ്വയം ഷിഫായിന് വേണ്ടിയിട്ട് ഓതുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലുള്ള ഒരുപാട് രോഗികളുണ്ട്. ഇതിന് താഴെ തന്നെ എത്രയോ രോഗികൾ പല വിഷയങ്ങളും എഴുതി അറിയിക്കുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മുത്തുനബി തങ്ങളുടെ ബറക്കത്തുകൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹഖുകൊണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ, കാണുന്നവരുടെ കൂട്ടത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ മക്കളിലെ ഉമ്മമാരിൽ ഉപ്പമാരിലൊക്കെ 6 രോഗികളുണ്ടോ നീ ഷിഫയാക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.